എന്താണ് കിട്ടില്ല. ഹലോ എവരിവൺ, ദിസ് ഈസ് ഗണേഷ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഉണ്ടായ രണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ദീപേഷും ശ്രീരാജുമാണ്. അവരുടെ ഒരു പ്രൊഫൈൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയാണ് പോയത്. ഫോർട്ട് കൊച്ചി വളരെ രാവിലെ ഏർലി മോർണിംഗിലുള്ള അവിടുത്തെ മാർക്കറ്റും അവിടുത്തെ ആൾക്കാരുടെ ജീവിതവും അത് POV ഷൂട്ട് ചെയ്യാനായിരുന്നു ഇന്ന് പോയത്. ഇന്നത്തെ ഷൂട്ടിന് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. ഇന്നത്തെ ടോപ്പിക്ക് ഫിലിം ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ നിങ്ങളായിരിക്കും ഫിലിം ഫോട്ടോഗ്രാഫിക്ക് എൻ്റെ കയ്യിൽ ഇവിടെ ഫിലിം ക്യാമറ അല്ലേ. ഞാൻ ഉപയോഗിക്കുന്നത് ഫ്യൂജി ക്യാമറയാണ്. ഫ്യൂജി ക്യാമറകളിൽ പല ഫിലിം സിമുലേഷനുകളും എഫക്റ്റുകളും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്യൂജി തന്നെ ഡിഫോൾട്ടായിട്ട് തരുന്ന ഒരുപാട് ഫിലിം സിമുലേഷൻസ് അതിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ പഴയ ഫിലിമുകളുടെ അതേ ഫീല് എമുലേറ്റ് ചെയ്യുന്ന ഒരുപാട് റെസിപ്പീസ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പീസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റാണ് fujifilmxweekly.com എന്ന് പറയുന്ന സൈറ്റ്. അവർക്കൊരു മൊബൈൽ ആപ്പും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ കുറേ പാരാമീറ്റേഴ്സ് ട്യൂക്ക് ചെയ്തിട്ട് എങ്ങനെ പല ഫിലിം റോളുകളുടെ എഫക്റ്റ് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിരുന്നുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് പഴയ ഫിലിം ഉപയോഗിച്ചിട്ടില്ലാത്ത നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ഒരു ഫിലിം ക്യാമറയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് അറിയാനുള്ള ഒരു ഫീല്. പക്ഷേ ഫിലിം ക്യാമറയിൽ എടുക്കുന്ന കഷ്ടപ്പാടുകളോ ഫിലിം ലോഡ് ചെയ്യുന്നതിലും വാഷ് ചെയ്യുന്നതിലും അതുപോലത്തെ കഷ്ടപ്പാടുകളില്ലാതെ എങ്ങനെ നന്നായിട്ടൊരു ഫിലിം ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫീലിൽ ഫോട്ടോസ് എടുക്കാമെന്ന് പരീക്ഷിക്കുന്നതാണ് ശരിക്കും ഈ ഫിലിം സിമുലേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഫോട്ടോ വാക്കിന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫിലിം സിമുലേഷൻ റെസിപ്പി എന്ന് പറയുന്നത് fujifilmx.com സൈറ്റിൽ നിന്നുള്ള കൊഡാക്രോം 2 എന്ന് പറയുന്ന ഒരു ഫിലിം റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എടുത്തേക്കുന്ന എല്ലാ ഫോട്ടോസും ഡയറക്റ്റ് ആ ഫിലിം സിമുലേഷനിൽ മാത്രം ചെയ്തെടുത്തിരിക്കുന്നതാണ്. എഡിറ്റിങ്ങുകളൊന്നുമില്ല, കളർ കറക്ഷൻസോ എക്സ്പോഷർ കറക്ഷൻസോ ഒന്നും ചെയ്തിട്ടില്ല. ആ കൂടി ചെയ്തിട്ടുള്ള ചെറിയ ഹൊറൈസൺ കറക്ഷൻസ് പോലത്തെ കാര്യങ്ങൾ മാത്രമാണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആട്ടോ രാവിലെ ഫോർട്ട് കൊച്ചിയിൽ. ഇവിടെ നിന്നുകൊണ്ട് ലെയേഴ്സ് കണ്ടില്ലേ. മഴക്കാറിലുണ്ട് സ്കൈ ഒരു ലെയറായി നിൽക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഒരു ലെയർ, വെള്ളം മുന്നിൽ, പിന്നെ പച്ചപ്പ് ഗ്രീൻ വെജിറ്റേഷൻ, പിന്നെ ഉണങ്ങിയ വെജിറ്റേഷൻ. ഒരു മാരക ഫ്രെയിമാണിത്. ഇപ്പോൾ കണ്ടില്ലേ, ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇത് മൊത്തം ഒപ്പിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ലോ ആംഗിളിലേക്ക് പോവാണ്. മറ്റൊന്നുമല്ല, എനിക്ക് ലെയറിങ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഫോർഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ 3 ലെയേഴ്സാക്കി മാറ്റിയിട്ട് മിഡിൽ ഗ്രൗണ്ടിൽ എൻ്റെ സബ്ജക്റ്റിനെ വെച്ചിട്ട് സബ്ജക്റ്റിനെ കൂടുതൽ ഐസൊലേറ്റ് ചെയ്യാനും പക്ഷേ എൻവയോൺമെൻറ്റ് കാണിക്കാനും പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി.
ചേട്ടാ ഇവിടെയൊക്കെ പാറയുണ്ട്. ഇവിടെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റൊന്നിനല്ല. പല സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സും ഇൻക്ലൂഡിങ് മീ ചെയ്യുന്നൊരു രീതിയെക്കുറിച്ച് പറഞ്ഞുതരാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാളോട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ പ്രത്യേകം അറിയാം, നമുക്ക് പ്രത്യേകിച്ച് അനുവാദങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല സ്ട്രീറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ അനുവാദം ചോദിക്കാതെ എടുക്കാൻ പറ്റുന്ന കുറേ ഫോട്ടോസ് ഞാൻ ഓൾറെഡി എടുത്തു പുള്ളിയുടെ. ഇനി എനിക്ക് വേണ്ടത് പുള്ളിയുടെ നല്ലൊരു പോർട്രേറ്റാണ്, പോസ് ചെയ്തിട്ടുള്ളൊരു പോർട്രേറ്റാണ്. അപ്പോൾ എനിക്ക് പുള്ളിയുടെ അനുവാദം വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം അനുവാദം ചോദിക്കാണ്ട് എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് മൊത്തം എടുത്ത് തീർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ട് കാഷ്വലായിട്ട് സംസാരിച്ച് പുള്ളി ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് പുള്ളിയോട് ഞാൻ ചോദിക്കാൻ പോവാണ് പുള്ളിയുടെ ഒരു പോർട്രേറ്റ് എടുത്തോട്ടെ എന്നുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതും എങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് അവർ ഫോട്ടോ എടുക്കാം എന്നുള്ളതിനൊരു ചെറിയ ഒരു ടിപ്പാണ് ഇവിടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇല്ല പിന്നെ എന്തിൻ്റെ മുകളിൽ നിൽക്കുന്നത്, നമ്മളെ എന്തിൻ്റെ മുകളിൽ നിൽക്കുന്നത്? ആ മണ്ണുണ്ടല്ലേ, താഴെ പോവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ, നിൽക്കാവോ? മുഖം എടുക്കട്ടെ, ഇങ്ങോട്ട് നോക്കാവോ? നിൽക്കാം. അടുത്തോട്ട് ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനിയും വീഡിയോസ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ആഡ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ആക്റ്റീവാണ്. അതുപോലെ ഇപ്പോൾ ഈ എടുത്ത ഫോട്ടോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്യാം. ആ പട്ടി മറ്റേ റിലാക്സേഷൻ കള. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട എൻ്റെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ ചേട്ടനാണ് നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ടെക്നിക്ക് തന്നെയാണ്. എനിക്ക് വേണ്ട ഫോട്ടോസ്, എനിക്ക് എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് ഞാൻ ആദ്യം എടുക്കുകയാണ്. പിന്നെ പുള്ളിയുടെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് പുള്ളി ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരാൾ എടുക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കാൻ പാടില്ല. മാത്രമല്ല പുള്ളി ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. നമ്മൾ എപ്പോഴും ഒരു എത്തിക്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനൊരു പാർട്ടും ഉണ്ട്. ആക്ച്വലി ഇതൊരു വലിയ ലോങ് ഫോട്ടോ വാക്കായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയിൽ കൊള്ളുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും കാണാം. ആദ്യമായിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും എന്ത് മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ മാറ്റങ്ങൾ പറഞ്ഞു തരിക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ്, ഗണേഷ്.